നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാണിജ്യ പാചകവാതക വില വർധനവ്. പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ റാലിയും നടത്തി AKCA മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി. കരിദിനം ആചരിക്കുന്നതിന് മുന്നോടിയായാണ് പ്രകടനവും പ്രതിഷേധ റാലിയും നടത്തിയത്. 40ഓളം കാറ്ററിംഗ് ഉടമകളും 100 കണക്കിന് ജീവനക്കാരും പങ്കെടുത്തു. PO ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നിടത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് പൈപ്പ് പൊട്ടിയത്. മൂവാറ്റുപുഴ കോർട്ട് സെന്ററിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജഡ്ജിമാർക്ക് യാത്രയയപ്പ്. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് നൽകിയ ജഡ്ജിമാരെ മൊമെന്റോ നൽകി ആദരിച്ചു. അൾത്താരകളെ കരവിരുതുകൊണ്ട് മനോഹരമാക്കി സനൂപ് മാറാടി. സനൂപിന്റെ സർക്കവാസനയിൽ പൂർത്തിയായത് 25ഓളം അൾത്താരകൾ. സുരക്ഷിത യാത്രയ്ക്ക് കോൺവെക്സ് കണ്ണാടികൾ പദ്ധതി വാളകത്ത് തുടക്കമായി. ഗതാഗതം സുഗമമാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള മുൻകരുതലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരഹൃദയത്തിൽ ലക്ഷങ്ങൾ മുടക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാർക്കിംഗ് കേന്ദ്രമാകുന്നു. പ്രതിഷേധം ശക്തം. സമീപത്ത് പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും പാർക്കിംഗ് തടയാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. വാണിജ്യ പാചകവാതക വില വർധനവ്. AKCA മൂവാറ്റുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ റാലിയും നടത്തി. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി വെള്ളിയാഴ്ച കരിദിനം ആചരിക്കുന്നതിന് മുന്നോടിയായാണ് പ്രകടനവും പ്രതിഷേധ റാലിയും നടത്തിയത്. വാണിജ്യ പാചകവാതക വില വർധനവിനെതിരെ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി വെള്ളിയാഴ്ച കരിദിനം ആചരിക്കുന്നു. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും നടത്തുന്ന പന്തംകൊളുത്തി പ്രകടനത്തിന്റെ ഭാഗമായി AKCA മൂവാറ്റുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ റാലിയും നടന്നു. വെള്ളൂർക്കുന്നത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കച്ചേരിത്താഴത്തെത്തി തിരികെ വെള്ളൂർക്കുന്നത്ത് തന്നെ സമാപിച്ചു. നാനൂറോളം കാറ്ററിംഗ് ഉടമകളും 100 കണക്കിന് ജീവനക്കാരും റാലിയിൽ പങ്കെടുത്തു. വാണിജ്യ പാചകവാതക വില കാറ്ററിംഗ് വ്യവസായത്തെ തകർക്കുമെന്നും സാധാരണക്കാരുടെ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യുമെന്ന് മേഖലാ പ്രസിഡന്റ് ബിജു N ജേക്കബ് പറഞ്ഞു. സമരപരിപാടികൾക്ക് സംസ്ഥാന നേതൃത്വത്തിന് എല്ലാ പിന്തുണയും. ഗ്യാസ് വില കുറയ്ക്കുന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സെക്രട്ടറി സാബു ഇട്ടിയവിര പറഞ്ഞു. നമ്മൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു ബാധ്യതയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ വില ഏറിയിട്ട് പോലും ഉപഭോക്താക്കളുടെ മുന്നിൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഓരോ വ്യക്തികളാണ് നമ്മൾ ഓരോ കേന്ദ്രീകരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമരം അനിവാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അധികാരികളും അതുപോലുള്ള ആൾക്കാരും നമ്മുടെ ഈ സംഘടനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കിട്ടാനുള്ള ഒരു മാർഗത്തിലേക്ക് നമുക്ക് നീതി കിട്ടുവാൻ വേണ്ടി പ്രയത്നിക്കണം. അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്യുന്ന ഭക്ഷണ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാനത്തുള്ള വിഭാഗമാണ് കാറ്ററിംഗ് വ്യവസായികളെന്നും ഈ മേഖലയിൽ അധ്വാനിക്കുന്ന ഉടമകളും ജീവനക്കാരും ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷന്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാകുമെന്നും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാജു തോമസ് പറഞ്ഞു. ട്രഷറർ ജോബിഷ് ജോർജ്, വൈസ് പ്രസിഡന്റ് ബിനോയ് മാത്യു, രക്ഷാധികാരി അയ്യൂബ എന്നിവർ പ്രസംഗിച്ചു. MCS ഹോസ്പിറ്റൽ, we take care of your health. PO ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നിടത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുകയും മെറ്റലുകൾ ചിതറിക്കിടുകയും ചെയ്തത് കാൽനട വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെയോടെ റോഡ് കുഴിച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്.
മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നിടത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത് മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെയോടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. റോഡ് കുഴിച്ച് പൊട്ടിയ പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉഗ്രശബ്ദത്തോടെയാണ് വ്യാഴാഴ്ച രാവിലെയോടെ പൈപ്പ് പൊട്ടിയത്. റോഡിനടിയിലുള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ടാറിങ്ങിളകി മെറ്റലുകൾ റോഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു. വെള്ളം ഒഴുകുകയും മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുകയും ചെയ്തത് കാൽനട വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെയോടെ റോഡ് കുഴിച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കോർട്ട് സെന്ററിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജഡ്ജിമാർക്ക് യാത്രയയപ്പ് നൽകി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കോർട്ട് സെന്ററിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജഡ്ജിമാർക്ക് യാത്രയയപ്പ് നൽകി. സബ് ജഡ്ജ് അദീഖ് റഹ്മാൻ, മജിസ്ട്രേറ്റ് സാജിദ് അണ്ടത്തോട് തെച്ചൻ, മുൻസിഫ് നിവേദിത MA എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ 4 ഓഫീസേഴ്സും ഈ ഹോൾഡിംഗ് സ്റ്റേഷനിൽ നിന്ന് അടുത്ത ഹോൾഡിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു, സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. ഓരോ ഹോൾഡിംഗ് സ്റ്റേഷനുകൾ ഞങ്ങളെപ്പോലുള്ള ന്യായാധിപർ 3 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഞങ്ങളെപ്പോലെയുള്ള സഹയാത്രികരുണ്ടാവും, അവർ പോയിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ പെർപ്പച്വലായിട്ടുള്ളൊരു ബോഡിയുണ്ട്, കുറേ ആൾക്കാരുണ്ടാവും, അവരാണ് അഭിഭാഷകർ. ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരസ്പരം ഉണ്ടാക്കുന്ന മതിപ്പുകളുമൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത്. ഈ അഭിഭാഷകർ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു 3 വർഷം ഈ ഒരു സ്റ്റേഷനിൽ പരസ്പരമുള്ള ഇൻട്രാക്ഷനും അവർ തമ്മിൽ പരസ്പരം ഉണ്ടാക്കിയിട്ടുള്ള ആ അടുപ്പവും ആ ഇമേജും വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നായിരുന്നു. ഈ 4 ഓഫീസേഴ്സിനും അവരുടെ പുതിയ സ്റ്റേഷനുകളിൽ വളരെ നല്ല രീതിയിൽ, സുത്യർഹമായ രീതിയിൽ അവരുടെ ഔദ്യോഗിക ജോലികൾ നടത്താൻ കഴിയട്ടെ. എല്ലാ നന്മകളും അവർക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ആരിഫ് അധ്യക്ഷത വഹിച്ചു. യാത്രയയപ്പ് നൽകിയ ജഡ്ജിമാർക്ക് CK ആരിഫ് മൊമന്റോ നൽകി ആദരിച്ചു. With a round of applause, big round of applause to Nivedita Madam. Give a round of applause to the Sabisa. പോക്സോ ജഡ്ജ് മഹേഷ് ജി, വിജിലൻസ് ജഡ്ജ് രാജേഷ് ജി, ബാർ അസോസിയേഷൻ സെക്രട്ടറി അജിത് LA, മുൻ പ്രസിഡന്റുമാരായ N രമേശ്, തോമസ് അധികാരം, G സുരേഷ്, ജോഷി ജോസഫ്, വിജു ചെക്കാലയ്ക്കൽ, ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷീല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏതൊരു വേർപാടും എത്ര ചെറിയ കാലയളവിലാണെങ്കിലും എത്ര പ്രതിസന്ധികൾക്കിടയിലാണെങ്കിലും വേർപാട് എപ്പോഴും വേദന കുറച്ച് നാളത്തേക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ നാം എല്ലാവരും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം കൊണ്ട് തന്നെ അതിനെ എത്രയും പെട്ടെന്ന് അതിജീവിക്കും. പിന്നെ നാം ജീവിക്കുന്നത് പുതിയ പ്രത്യാശയിലൂടെയാണ്. യേശുക്രിസ്തുവിന്റെ റിസറക്ഷന് ശേഷം ഒരു പ്രത്യാശയെക്കുറിച്ച് ബൈബിൾ പറയുന്ന പോലെ ഈ പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും. അതുപോലെ ഇവിടുന്ന് പോകുന്ന എല്ലാ എൻ്റെ പ്രവർത്തകരായ സഹോദരി സഹോദരന്മാർക്കും പുതിയ സ്ഥലങ്ങളിൽ പ്രത്യാശയുടെ പുതിയ നാമ്പുകൾ ഉണ്ടാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആശംസിക്കുകയാണ്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അൾത്താരകളെ കരവിരുതുകൊണ്ട് മനോഹരമാക്കുകയാണ് സനൂപ് മാറാടി. 25ഓളം അൾത്താരകളാണ് കലയും ജീവിതവും വരച്ചു ചേർത്ത് സനൂപിന്റെ സർഗവാസനയിൽ പൂർത്തിയായത്. അൾത്താരകളെ തന്റെ കരവിരുതുകൊണ്ട് മനോഹരമാക്കുകയാണ് മൂവാറ്റുപുഴ മാറാടി സ്വദേശി സനൂപ് മാറാടി. കലയും ജീവിതവും വരച്ചു ചേർത്ത് സനൂപിന്റെ സർഗവാസനയിൽ പൂർത്തിയായത് 25ഓളം അൾത്താരകളാണ്. ചെറുപ്പം മുതൽ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനോട് പ്രത്യേകം കൈവഴക്കം സനൂപ് നേടിയിരുന്നു.
മൂവാറ്റുപുഴ കലാകേന്ദ്രത്തിൽ നിന്നും ഫൈൻ ആർട്സിൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായതിനു ശേഷം കലാപരമായ ജോലികളൊന്നും കിട്ടാത്തപ്പോൾ കുലത്തൊഴിലായ കൽപ്പണിക്ക് അച്ഛന്റെ കൂടെയും സുഹൃത്തുക്കളുടെ കൂടെയും ഒക്കെ ഇറങ്ങി. ഇടവേളകളിൽ സ്കൂളുകളിൽ ചിത്രകലാധ്യാപകനായും തന്റെ കഴിവ് മറ്റു കുട്ടികൾക്ക് പകർന്നു നൽകി. പണിയുന്ന വീടുകളിൽ സിമന്റുകൾ ഉപയോഗിച്ച് ചെറിയ ആർട്ട് വർക്ക് ചെയ്ത് ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. വീടുകളിലെ ആർട്ട് വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ടവർ അവിടങ്ങളിലെ പള്ളികളിലെയും അമ്പലങ്ങളിലെയും ആർട്ട് ജോലികൾ വിശ്വാസപൂർവ്വം സനൂപിനെ ഏൽപ്പിച്ചു തുടങ്ങി. പള്ളികളിലെ ചിത്രങ്ങളും പെയിന്റിംഗും ചെയ്യുന്ന ഫാദർ പ്രിൻസ് മരുതനാട്ടിനെ പരിചയപ്പെട്ടത് ഒരു വഴിത്തിരിവായതായി സനൂപ് പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഠിത്തം കഴിഞ്ഞ് മൂവാറ്റുപുഴ കലാകേന്ദ്രത്തിൽ ചിത്രകല പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേറെ ജോലിയൊന്നും കിട്ടാണ്ട് അച്ഛനോട് വീടിൻ്റെ പണിക്ക് ഇറങ്ങിയതാണ്. വീടിൻ്റെ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ ആ വീട്ടിലെ ആർട്ട് വർക്കുകൾ ചെയ്താണ് തുടക്കം. അങ്ങനെ ചെയ്താണ് നമ്മൾ പള്ളികളിലെ ആൾക്കാരിലേക്ക് സിമെൻറ്റ് വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയത്. ഒരു ഫാദർ പ്രിൻസ് എന്ന അച്ഛൻ്റെ കൂടെ 2 വർക്കുകൾ ചെയ്ത് അങ്ങനെ നമ്മൾ വർക്കുകൾ പിന്നെ വരാൻ തുടങ്ങി. അങ്ങനെ ചെയ്താണ് വന്നത്. ഇപ്പോൾ ഒരു 10-25ഓളം പള്ളികൾ നമ്മൾ ഓൾറെഡി ചെയ്തു. അധികം യാക്കോബൈറ്റ്, ഓർത്തഡോക്സ്, കത്തോലിക്സ്, മലങ്കര കത്തോലിക്ക പള്ളി അങ്ങനെയുള്ള ചർച്ചുകളുടെ മദ്ബഹകളും പള്ളികളുടെ പുറത്തെ വർക്കുകളും ശില്പങ്ങളും അങ്ങനെയുള്ള ആർട്ട് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഒരു ടീം വർക്കുണ്ട്. പെയിൻറ്റിങ് സെക്ഷനും സിമെൻറ്റ് വർക്ക് ചെയ്യാനുള്ള ടീമുണ്ട്. അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പള്ളിയിലായാലും ഇവിടുത്തെ ഇടവക്കാരുടെ എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഒരു മനോഹരമായെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഒരു കൃപയാലും എല്ലാവരുടെയും സഹകരണത്തിലും അങ്ങനെ നമ്മൾ ചെയ്ത് തീർത്തെടുത്താണ്. അദ്ദേഹത്തിന്റെ കൂടെ പിന്നീട് സിമന്റ് ആർട്ട് വർക്കുകൾ നിരവധി പള്ളികളിൽ ചെയ്തതും സനൂപിനെ ആത്മീയ കേന്ദ്രങ്ങളുമായി കൂടുതൽ അടുപ്പിച്ചു. അങ്ങനെയാണ് നാട്ടിലെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും സനൂപിന്റെ കലാവാസന അറിഞ്ഞു തുടങ്ങിയത്. തന്റെ 25ാമത്തെ അൾത്താരയാണ് കൂത്താട്ടുകുളം മണ്ണത്തൂർ സെന്റ് ജോർജസ് യാക്കോബായ പള്ളിയിൽ പൂർത്തിയാക്കിയത്. കൂടാതെ നിരവധി ഹ്രസ്വചിത്രങ്ങൾ കഥയെഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് സനൂപ്. കേരളത്തിലെ വിവിധ ഇടങ്ങളിലെ നിരവധി പള്ളികൾ ഉൾപ്പെടെ അൾത്താരയുടെ നിർമ്മാണത്തിലാണ് സനൂപ്. സഹായത്തിനായി ജോലിക്കാരും സുഹൃത്തുക്കളും സനൂപിനൊപ്പമുണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ഗതാഗതം സുഗമമാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള മുൻകരുതൽ എന്ന നിലയിൽ മൂവാറ്റുപുഴ വാളകം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കോൺവെക്സ് കണ്ണാടികൾ സ്ഥാപിക്കും. മൂവാറ്റുപുഴ ഹോണ്ടയുടെ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കണ്ണാടികൾ സ്ഥാപിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മേക്കടമ്പ് കുഞ്ഞിക്കപ്പടി ജംഗ്ഷനിൽ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ നിർവഹിച്ചു. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നഗരഹൃദയത്തിലെ ഏറ്റവും തിരക്കേറിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാർക്കിംഗ് കേന്ദ്രമാകുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. കച്ചേരിത്താഴത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച ആധുനിക രീതിയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് രാത്രിയാകുന്നതോടെ മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നത്. രാത്രി ഇവിടെ ബസ് നിർത്തി ആളെ കയറ്റാനും ഇറക്കാനും സാധിക്കാത്ത സ്ഥിതിയാണ്. മഴ കനക്കുന്നതോടെ ബസ് കാത്തു നിൽക്കുന്നവർ ദുരിതത്തിലായിരിക്കുകയാണ്. 40 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. രാത്രി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ഇവിടേക്ക് യാത്രക്കാർക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പാർക്ക് ചെയ്യുന്ന കാറുകൾ റോഡിന് കുറുകെ കിടക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഇതുമൂലം ഗതാഗത കുരുക്കും പതിവാണ്. സമീപത്ത് പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും പാർക്കിംഗ് തടയാൻ നടപടിയുണ്ടാകുന്നില്ല. സൗത്ത് മാറാടി കാടമ്പാറയിൽ KK സുഗു നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 1-ന് പിറവം ശ്മശാനത്തിൽ നടത്തപ്പെട്ടു. ഭാര്യ ശോഭ, മകൻ നിതിൻ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.